ഹായ് ഓൾ. നമുക്കിന്ന് ഹയറിൻ്റെ ഹൈസ്മാർട്ട് ആപ്ലിക്കേഷനിൽ സിവിക് മോഡൽ റോബോട്ട് വാക്യൂം ക്ലീനർ എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈസ് കാണാൻ പറ്റും. ഡിവൈസിൽ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് 2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കറണ്ട് മാപ്പായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന മാപ്പും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓൾ ഹൗസ് ആണോ അതോ കസ്റ്റം ചെയ്താണോ അതോ ഏരിയ വൈസ് ആണോ ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും. ബ്ലൂ സ്റ്റാർട്ട് ക്ലീൻ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെലക്ട് ചെയ്ത് കിടത്തിരിക്കുന്ന സെറ്റിങ്സ് അനുസരിച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള മാപ്പിൽ മെഷീൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഈ കറണ്ട് മാപ്പ് തന്നെയാണ്, ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കറണ്ട് മാപ്പ് തന്നെയാണ് നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ക്ലീൻ കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ സെലക്ട് ആയി കിടക്കുന്നത് ഹോൾ ഹൗസ് എന്ന് പറഞ്ഞ മോഡ്, അതായത് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ സ്റ്റാർട്ട് ക്ലീൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻ്റയർ മാപ്പ് ക്ലീൻ ചെയ്യും. ഇനി അതെല്ലാം നമുക്ക് കസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ റൂം വൈസ് നമുക്ക് ക്ലീൻ ചെയ്യാം. റൂം 5 മാത്രം നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൂം 5 എന്നുള്ളതിൽ ടാപ്പ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ റൂം 5 മാത്രം മെഷീൻ ക്ലീൻ ചെയ്യും. ഇനി അതെല്ലാം നമുക്ക് ഏരിയ വൈസ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്വയർ നമുക്ക് വേണ്ട ഏരിയയുടെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ഈ പറഞ്ഞ സ്ക്വയറിൻ്റെ നമുക്ക് ഈ സ്ക്വയറിൻ്റെ വലുപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് വേണ്ട ഏരിയ ഈ സ്ക്വയർ വെച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ലൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഏരിയ മാത്രം ക്ലീൻ ചെയ്യും. ഇതിനകത്ത് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സെറ്റിങ്സിലാണ് നമുക്ക് ഏത് തരത്തിലുള്ള ക്ലീനിങ് ആണ് ചെയ്യേണ്ടതെന്നുള്ള ഫ്ലോ ക്ലീനിങ് ആണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം സെലക്റ്റായി കിടക്കുന്നത് വാക്വം മാത്രം ചെയ്ത് ഒരു തവണ ക്ലീൻ ചെയ്യും. പിന്നെ സക്ഷൻ പവർ ടർബോ ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എനർജി സേവിങ് ആയിട്ട് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും. ടർബോ അല്ലെങ്കിൽ മാക്സിലാണ് സക്ഷൻ പവർ ഇടുന്നതെങ്കിൽ നല്ല രീതിയിൽ ഡസ്റ്റ് കളക്ട് ചെയ്യുന്നതാണ്. വേണ്ട സെറ്റിങ്സ് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സെറ്റിങ്സ് മെഷീൻ റീഡ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത മാപ്പിൽ സെറ്റിങ്സിനനുസരിച്ച് ക്ലീനിങ് സ്റ്റാർട്ട് ആവും. പറഞ്ഞല്ലോ, നമ്മൾ സെലക്ട് ചെയ്ത മാപ്പാണ് ക്ലീനിങ് സ്റ്റാർട്ട് ആവുന്നത്. നമ്മൾ എങ്ങനെയാണ് മാപ്പ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സ്ക്രീനിൻ്റെ റൈറ്റിൽ ടോപ്പ് കോർണറിലൊരു 3 ഡോട്ട് മെനു കാണാൻ പറ്റും. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസിൻ്റെ അത് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് 5ാമത്തെ ഫങ്ഷനായിട്ട് മാപ്പ് ലിസ്റ്റ് നമുക്ക് കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എത്ര മാപ്പാണുള്ളത് ആ മാപ്പെല്ലാം അതിൻ്റെ ഇത് കാണാം. ഫസ്റ്റ് ഫ്ലോർ പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ, ഈ 2 ഫ്ലോറാണ് ഇപ്പോൾ ഈ മാപ്പിൽ നിലവിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചത്. ഇപ്പോൾ കറണ്ട് മാപ്പായിട്ട് കിടക്കുന്നത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇനി അഥവാ നമുക്ക് സെക്കൻഡ് ഫ്ലോറാണ് കറണ്ട് മാപ്പായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫ്ലോർ സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ചെക്ക് ബോക്സിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറും സെലക്റ്റഡ് ആയിട്ട് വരും. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ ലോഡായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ലോഡിങ് താമസം കാരണം അവിടെ ക്രിയേറ്റ് മാപ്പ് എന്ന് കാണിക്കും. ഒരിക്കലും ആ ബട്ടണിൽ ക്രിയേറ്റ് മാപ്പ് കൊടുക്കൽ അത് ഈ നമ്മുടെ ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ മെഷീനിലും പ്രോഗ്രാമിലും ബഗ് വരുത്താനായിട്ട് ഇടയാവും. അതുകൊണ്ട് നമ്മൾ പുതിയൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ട് മെനുവിൽ പോയിട്ട് ഈ ക്രിയേറ്റ് മാപ്പ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ മാത്രമേ പ്രസ് ചെയ്യാവുള്ളൂ. ഈ ക്രിയേറ്റ് മാപ്പ് പ്രസ് ചെയ്യുമ്പോഴത്തേനും പുതിയൊരു മാപ്പ് ക്രിയേറ്റ് ആയിട്ട് ഈ മാപ്പ് ലിസ്റ്റിൻ്റെ അകത്ത് അൺടൈറ്റിൽഡ് മാപ്പായിട്ട് സേവ് ആവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് റിനെയിം ചെയ്തിട്ട് ആ മാപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആസ് കറണ്ട് മാപ്പായിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ കൺസ്യൂമബിൾസിൻ്റെ സ്റ്റാറ്ററിക്സും കാണാം. എയർ ഫിൽറ്ററിൻ്റെ ലൈഫ്, അതുപോലെ തന്നെ മെയിൻ ബ്രഷിൻ്റെ ലൈഫ്, അതുപോലെ സൈഡ് ബ്രഷ് എത്ര അവേഴ്സ് ഉപയോഗിച്ചു, എത്ര അവേഴ്സ് ഇനി അതിന് ലെഫ്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിതിന് റിമോട്ട് കൺട്രോൾ വെച്ച് കൺട്രോൾ ചെയ്യാം. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ക്ലീൻ അല്ല അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലീനിങ് അല്ല കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ മെഷീനെ മുന്നോട്ട് കൊണ്ടുപോകാനും റൈറ്റിലോട്ട് തിരിക്കാനും ലെഫ്റ്റിലോട്ട് തിരിക്കാനും നമുക്ക് ഈ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.